ഈ ബില്ലിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ബഹുമാനപ്പെട്ട ചില അംഗങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. സാർ, 1992 ദേശീയ ന്യൂനപക്ഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട നിയമം പാസാക്കപ്പെടുന്നത്. ആ നിയമം കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചില്ല, പിന്നീട് വന്ന UDF സർക്കാരാണ് ശ്രമിച്ചത് എന്ന് എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട അംഗം ഇബ്രാഹിം പറഞ്ഞു. 92 ശേഷം 2013 ഇങ്ങനെ ഒരു കമ്മീഷൻ രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട ബില്ല് കേരളത്തിൽ പാസാക്കുന്നത്. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് ശേഷം. ആ 20 വർഷത്തിൽ 10 വർഷം UDF ആയിരുന്നു ഭരിച്ചിരുന്നത്. എന്തേ ആ 10 വർഷം കാത്തിരുന്നു ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരുന്നതിന്? സച്ചാർ കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ച് കേരളത്തിൽ അതെങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് പഠിക്കാൻ, റിപ്പോർട്ട് സമർപ്പിക്കാൻ ബഹുമാന്യനായിരുന്ന പാലൊളി ചെയർമാനായ കമ്മിറ്റിയെ അന്നത്തെ സർക്കാർ നിയോഗിച്ചു. സമയബന്ധിതമായി ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് പ്രകാരം എന്തു ചെയ്തു എന്നാണ് എൻ്റെ ചില സ്നേഹിതന്മാർ ചോദിച്ചത്. ആ റിപ്പോർട്ട് പ്രകാരമാണ് CH മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്കോളർഷിപ്പ് എന്ന് പിന്നീട് UDF പേരിട്ട സ്കോളർഷിപ്പിന്റെ തുടക്കം കുറിച്ചത്. ആ റിപ്പോർട്ട് അല്ല കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി മാത്രമാണ്, ഞാൻ പറയട്ടെ, കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി മാത്രമാണ് മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ ഇപ്പോൾ നടക്കുന്നത്. അത് MDPS എന്ന് പറയുന്ന പദ്ധതിയാണ്. വയനാട് ജില്ലയും പൊന്നാനി നഗരസഭയും മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞ സ്കോളർഷിപ്പ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് നടന്നു വരുന്നത്. അല്ലാത്ത എല്ലാ സ്കോളർഷിപ്പുകളും മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ അത് വളരെ പ്രധാനമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിശീലന കേന്ദ്രങ്ങൾ അത് ന്യൂനപക്ഷ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ നടക്കുന്നു. CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് ന്യൂനപക്ഷ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ നടക്കുന്നു. ഒരു കേന്ദ്ര സഹായവും അതിനില്ല. CA, ICWA, CS എന്നീ കോഴ്സുകൾക്ക് പഠിക്കുന്ന 1333 പേർക്ക് 15,000 രൂപ വെച്ച് നൽകുന്ന സ്കോളർഷിപ്പ്. ഇമ്പിച്ചിവാവ ഭവന നിർമ്മാണ പദ്ധതി. അങ്ങനെയാണെങ്കിൽ അല്ല, പാലൊളിയുടെ കാലത്ത് ഇടതുപക്ഷ സർക്കാർ തുടങ്ങിയ സ്കോളർഷിപ്പിന് CH മുഹമ്മദ് കോയയുടെ പേരിടാമെങ്കിൽ അതിന് CH മുഹമ്മദ് കോയയുടെ പേരിടാമെങ്കിൽ എന്തുകൊണ്ട് UDFന്റെ കാലത്ത് തുടങ്ങിയിട്ടുള്ള ഒരു പദ്ധതിക്ക്, ഭവന നിർമ്മാണ പദ്ധതിക്ക് ഇമ്പിച്ചിബാവയുടെ പേര് ഇട്ടുകൂടാ? ഞങ്ങൾ ഇമ്പിച്ചിബാവയുടെ പേര് മാത്രമല്ല ഇട്ടത്. ഞങ്ങൾ ഇമ്പിച്ചിബാവയുടെ പേര് മാത്രമല്ല ഇട്ടത്. പ്രൊഫസർ ജോസഫ് M മുണ്ടശ്ശേരിയുടെ പേരിൽ ഒരു പുതിയ സ്കോളർഷിപ്പ് ഞങ്ങൾ ഏർപ്പെടുത്തി. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് എന്ന് പറയുന്ന നിങ്ങൾ എക്കാലത്തും ഉയർത്തെഴുന്നേൽക്കരുത് എന്ന് എന്നും കരുതിയിട്ടുള്ള മഹത് വ്യക്തിയുടെ പേരിൽ മദ്രസാധ്യാപകന്മാരുടെ പലിശരഹിത ഭവന നിർമ്മാണ പദ്ധതിക്ക് ഞങ്ങൾ ആ പേര് നൽകി. ഞങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവിന്റെ പേര് മാത്രമല്ല ഒരു പദ്ധതിക്ക് നൽകിയത്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കരുതെന്ന് നിങ്ങൾ കരുതുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ നോക്കിയിട്ടാ പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെ കരുതുന്നില്ല. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ഒച്ചുണ്ടാക്കല്ലേ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് വഹിച്ച പങ്ക് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്. ഞങ്ങൾ കാര്യം ഞങ്ങളെ കുറിച്ച് പറഞ്ഞത് ഓർഡറിലാണോ എന്നാണ് ചോദ്യം. സർ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ ഇന്ന് വരെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല ഷംസുവും. ഇന്ന് വരെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സാർ ഈ ഗവൺമെന്റ് വിവിധ പദ്ധതികൾക്ക് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ പേരുൾപ്പെടെ കോൺഗ്രസിന് പോലും ചെയ്യാൻ പറ്റാത്തത് ഞങ്ങൾ ചെയ്തു. അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്.
CH മുഹമ്മദ് കോയയുടെ പേര് മാത്രമാണ് ലീഗ് നൽകിയത്. ഞാൻ അതിനെ എതിർക്കുന്നില്ല. CH മുഹമ്മദ് കോയയുടെ പേര് അങ്ങനെ LDF സർക്കാർ തുടങ്ങിയ ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണെങ്കിലും അതിന് നൽകുന്നതിൽ തെറ്റില്ല. പക്ഷേ മറ്റുള്ളവർ അവഗണിക്കപ്പെട്ടു പോകരുത്. മറ്റു വളരെ പ്രധാനപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയും പൊതുസമൂഹത്തിനു വേണ്ടിയും യത്നിച്ചിട്ടുള്ളവർ അവഗണിക്കപ്പെട്ടു പോയിക്കൂടാ. അതുകൊണ്ടാണ് പ്രൊഫസർ ജോസഫ് എം മുണ്ടശ്ശേരിയുടെ പേരിൽ ഒരു പുതിയ സ്കോളർഷിപ്പ് ഈ ഗവൺമെന്റ് ഏർപ്പെടുത്തിയത്. അതുകൊണ്ടാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ പേര് ഒരു ഭവന പദ്ധതിക്ക് ഞങ്ങൾ നൽകിയത്. സാർ, എല്ലാം നടക്കുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 784 പേർക്കായിരുന്നു, വിധവകൾക്കായിരുന്നു വീട് കൊടുത്തിരുന്നത് എങ്കിൽ ഈ വർഷം ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് 1450 മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്ന വിധവകൾക്കാണ്. 1450. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അവസാന വർഷം കൊടുത്തത് 794 പേർക്കായിരുന്നെങ്കിൽ ഈ സർക്കാർ കൊടുക്കാൻ പോകുന്നത് 1420 പേർക്കാണ്. സാർ, അടുത്ത വർഷം ഇനിയും അതിന്റെ എണ്ണം ഇനിയും വർദ്ധിപ്പിക്കും. സാർ, ബില്ലിൽ ഇടപെട്ട് സംസാരിച്ച് നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ അന്ന് വെച്ച നിർദ്ദേശം, ഈ ബില്ലിന് ഈ ന്യൂനപക്ഷ കമ്മീഷൻ അധികാരമല്ല, അതൊരു അഡ്വൈസറി നേച്ചർ മാത്രമാണ്. അതുകൊണ്ട് ഇതിന് സ്റ്റാറ്റ്യൂട്ടറി പദവി കൊടുക്കണം എന്ന് ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അന്നത്തെ പ്രതിപക്ഷ ഉപനേതാവ് ചൂണ്ടിക്കാണിച്ചു. വളരെ പ്രസക്തമായ കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഈ ഭേദഗതിയുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി അധികാരം കൊടുത്ത് ഇതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന കാര്യം കൂടി ഈ ഭേദഗതിയോടൊപ്പം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ? അതോടൊപ്പം തന്നെ അങ്ങ് സൂചിപ്പിച്ച അങ്ങ് തന്നെ ഈ പ്രസംഗത്തിൽ പറഞ്ഞതിൻ്റെ അടുത്തുണ്ട്, ഈ കച്ച് മേമൻ റാവുത്തർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സംവരണാനുകൂല്യം കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് സംവരണാനുകൂല്യം കിട്ടുന്നതിനെ സംബന്ധിച്ച് ഒരു ഭേദഗതി കൂടി കൂട്ടത്തിൽ കൊണ്ടുവരാൻ അങ്ങ് ശ്രമിക്കും. അല്ല, കച്ചി മേമൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സംവരണം വേണമെന്ന് പാലോളി കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. അത് സംബന്ധമായിട്ടുള്ള ഉത്തരവും പുറത്തിറങ്ങിയിരുന്നു ആ കാലത്ത് തന്നെ. മലബാർ ആ കാലത്ത് LDF ഭരിച്ചിരുന്ന അവസാന കാലത്ത് ഒരു വലിയ വിവാദമുണ്ടായി. അത് ബഹുമാനപ്പെട്ട ഉമ്മർ സാഹിബ് ഓർക്കുന്നുണ്ടാകും. മലബാറിൽ മാത്രം ഹയർ സെക്കൻഡറി സ്കൂളുകൾ അനുവദിച്ചു എന്നുള്ളതായിരുന്നു അന്ന് ഏറ്റവും വലിയ വിമർശനം. അന്ന് യഥാർത്ഥത്തിൽ മലബാറിൽ മാത്രം അങ്ങനെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ അനുവദിക്കാൻ കാരണം എന്തായിരുന്നു? പാലോളി കമ്മിറ്റിയുടെ ശുപാർശയായിരുന്നു അതിന്റെ ആധാരം. മലപ്പുറം ജില്ലയിൽ ഒരേ ഒരു ഗവൺമെന്റ് ITI മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാലോളി കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ് പിന്നീട് 3 ഗവൺമെന്റ് ITIകൾ പുതിയതായിട്ട് മലപ്പുറം ജില്ലയിൽ വന്നത്. മക്കരപ്പറമ്പിലും മാറഞ്ചേരിയിലും ചെറിയ മുണ്ടത്തും. അങ്ങനെ 3 ഗവൺമെന്റ് ITIകൾ, ഒരേ ഒരു ITI അരീക്കോട് ITI മാത്രമായിരുന്നു മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്നത്. പാലോളി കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചാണ് ആ നടപടികളെല്ലാം ആ സർക്കാരിന്റെ കാലത്ത് എടുത്തത് എന്നുള്ളത് മറക്കരുത്. അങ്ങ് പാലോളി മഹാനായ നേതാവാണ്, എനിക്കതിലൊന്നും തർക്കമില്ല. പാലോളിയുടെ മഹത്വത്തെക്കുറിച്ച് ചെറുതാക്കുന്നില്ല. അതുപോലെ തന്നെ കോടിയേരിയും നല്ല നേതാവാണ്. അദ്ദേഹം പറഞ്ഞ ആ നിർദ്ദേശം ഇവിടെ അങ്ങ് അംഗീകരിക്കുക, അത് നടപ്പിലാക്കുമെന്ന് ഞാൻ ചോദിച്ചത്. കോടിയേരിയുടെയും പാലോളിയുടെയും മഹത്വത്തിലൊന്നും എനിക്കൊട്ടും സംശയമില്ല. അങ്ങ് ഈ ഓരോരുത്തരെ ഞാൻ പറഞ്ഞ ഈ മഹാന്മാരായ നേതാക്കന്മാർ കൊണ്ടുവന്ന നല്ല നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി അങ്ങേക്ക് അധികാരം കിട്ടിയപ്പോൾ അത് ചെയ്യുമെന്ന് ചോദിക്കുന്നത്. നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യുന്നത് പാലോളി കമ്മീഷൻ റിപ്പോർട്ടിനെ സംബന്ധിച്ചാണല്ലോ. കോടിയേരി കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതേക്കുറിച്ച് ഞങ്ങൾ പരിഗണിക്കും. മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, അങ്ങ് ഇത് സംബന്ധിച്ച് വളരെ കാര്യമാത്ര പ്രസക്തമായും ചിലരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലും കൃത്യമായി കാര്യങ്ങൾ പറയുമ്പോൾ മുസ്ലിം ലീഗിലെ ബഹുമാന്യരായ അംഗങ്ങൾ ആകെ അസഹിഷ്ണുരാകുന്നതായിട്ട് കാണുന്നു. അങ്ങ് ഈ കസേരയിൽ ഇവിടെ ഇരിക്കുന്നതും ഈ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്നതും മുസ്ലിം ലീഗിലെ സുഹൃത്തുക്കൾക്ക് വല്ലാതെ അസ്വസ്ഥത ഉളവാക്കുന്നതായി തോന്നുന്നുണ്ടോ? അതിന്റെ കാരണം എന്താണ് എന്നതിനെ കുറിച്ച് വല്ല തോന്നലുമുണ്ടോ? മുസ്ലിം ലീഗിന്റെ പരമോന്നതനായ നേതാവ് അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്തു. ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കും എന്നാണ് അങ്ങ് കരുതുന്നത്? അതേക്കുറിച്ച് അതൊരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഏതായാലും അങ്ങ് ഇങ്ങോട്ട് നോക്കി സംസാരിക്കൂ സർ. പകുതി ഞങ്ങളുടെ ഈ ബില്ലിന്റെ ആധാരം എന്ന് പറയുന്നത് ദി നാഷണൽ കമ്മീഷൻ ആക്ട്സ്, അതിന്റെ ആ മൂല നിയമത്തോട് താദാത്മ്യപ്പെടുക എന്നുള്ളത് മാത്രമാണ്. സാർ, ഏതെങ്കിലും
സാർ, ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഉൾപ്പെടുത്താതിരിക്കാനല്ല ഞങ്ങൾ ഈ ഭേദഗതി കൊണ്ടുവരുന്നത്. 6 ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്നവരുണ്ട് ഇന്ത്യയിൽ. അത് കണക്കാക്കി കേന്ദ്ര നിയമം 992 കൊണ്ടുവന്നപ്പോൾ എല്ലാ വിഭാഗങ്ങളുടെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് ഓരോ അംഗങ്ങൾ എന്ന് എഴുതി ചേർക്കാമായിരുന്നല്ലോ. ഈ നിയമം കൊണ്ടുവന്നത് ഞങ്ങളാരും അല്ലല്ലോ. 992 ആരായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്? ആരായിരുന്നു ഈ ബില്ല് ലോക്സഭയിൽ പൈലറ്റ് ചെയ്തത്? അങ്ങനെയില്ല. ആ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നാകും. Provided that 5 members including the chairperson shall be from amongst the minority communities. എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നതാണ് ജനാധിപത്യമെങ്കിൽ ആ ജനാധിപത്യം ഇതിന്റെ മൂല നിയമത്തിൽ അന്ന് ഉൾപ്പെടുത്താതിരുന്നത്? ഇപ്പോ നാഷണൽ കമ്മീഷൻ കഴിഞ്ഞ പ്രാവശ്യം ആരൊക്കെയായിരുന്നു? ഞാൻ അതിന്റെ രാഷ്ട്രീയം ഒന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷെ നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ലീഗിനും കോൺഗ്രസിനും കേരള കോൺഗ്രസിനും വീതം വെച്ചെടുക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ അങ്ങനെ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നത്? അഡ്വക്കേറ്റ് ബീരാൻകുട്ടി ചെയർമാൻ, DCCയുടെ മുൻ പ്രസിഡന്റ് കോൺഗ്രസ്. അഡ്വക്കേറ്റ് VV ജോഷി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. അഡ്വക്കേറ്റ് മറിയുമ്മ മുസ്ലിം ലീഗ്. ഈ വീതം വെപ്പിന് വേണ്ടിയാണ് നിങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള നിങ്ങൾക്കിടയിലെ വീതം വെപ്പിന് വേണ്ടിയാണ് അങ്ങനെ മറ്റൊരു എന്ന് എഴുതി ചേർത്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു താല്പര്യത്തിന്റെയും ആവശ്യമില്ല. ഈ മൈനോറിറ്റി കമ്മീഷൻ യഥാർത്ഥത്തിൽ മൈനോറിറ്റി കമ്മീഷൻ ആയത് ഇപ്പോഴാണ് സാർ, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. കാരണം ഒരു രാഷ്ട്രീയ നിറവും ഞങ്ങൾ കൊടുത്തിട്ടില്ല സാർ. മൈനോറിറ്റി കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് റിട്ടയേർഡ് വിജിലൻസ് ജഡ്ജ് മിസ്റ്റർ ഹനീഫയാണ്. ഇത്തരത്തിലുള്ള ഒരാളെയാണ് അതിന്റെ കമ്മീഷന്റെ ചെയർമാൻ ആക്കേണ്ടത്. എന്നാലേ അതിന്റെ ഒരു പ്രസ്റ്റീജ് ഉയരൂ. സത്യത്തിൽ കഴിഞ്ഞ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത് അതിന് UDF രൂപീകരിച്ചതിലൂടെ ആ കമ്മീഷന്റെ യശസ് താഴ്ത്തുകയാണ് ചെയ്തത്. ഞങ്ങൾ ആ യശസ് ഉയർത്തുകയാണ് ചെയ്തത്. അഡ്വക്കേറ്റ് ബിന്ദു തോമസ്, അവര് കൺസ്യൂമർ റിഡ്രസൽ ഫോറത്തിന്റെ മെമ്പറായിരുന്നു. അവർ നിയമപരിജ്ഞാനമുള്ളയാൾ. ഈ 2 പേരെയാണ് ഞങ്ങൾ വെച്ച് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സാർ, ഇതിന്റെ യശസ് ഉയർത്താനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അല്ലാതെ തേരാപ്പാര നടക്കുന്ന ആളുകളെ ഇതിന്റെ ചെയർമാൻ സ്ഥാനത്തേക്കോ മെമ്പർ സ്ഥാനത്തേക്കോ കൊണ്ടുവരാനല്ല ഞങ്ങൾ ശ്രമിച്ചത്. സാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ് അർത്ഥം. സാർ, തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് സാർ, എന്താണ്? ശ്രീ C മമ്മൂട്ടിക്ക് ഒരു പോയിന്റ് ഓഫ് ഓർഡർ ഉണ്ട്. സാർ, C മമ്മൂട്ടിക്ക് പോയിന്റ് ഓഫ് ഓർഡർ. മമ്മൂട്ടി പോയിന്റ് ഓഫ് ഓർഡർ. സാർ, ഒരു ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്ന ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരാൾ ഈ സമൂഹത്തിൽ മാന്യമായ ഒരു സ്ഥാനം വഹിച്ചിരുന്ന ഒരാളെ മറ്റൊരാൾ അവഹേളിക്കുന്ന ഒരു പരാമർശം നടത്താൻ പാടില്ലാതെ ഓർഡറിലാണോ സാർ? ഏതാണ് പരാമർശം നീക്കം ചെയ്യേണ്ടതാണ്? അവഹേളിക്കുന്ന പരാമർശം എന്താണ്? ഒരു മിനിറ്റ്. തേരാപ്പാര എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ് ഞാൻ ചെയർ മനസ്സിലാക്കുന്നത്. അതിനപ്പുറം ഒരു അർത്ഥമുണ്ടെങ്കിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കാം. സാർ ഞാൻ ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളതിന്റെ ഒരു വാമൊഴിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങ് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കാം. ഉണ്ടെങ്കിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കാം. അങ്ങനെ തെറ്റായ ഒരു അർത്ഥമുണ്ടെങ്കിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കാം. അത് പറഞ്ഞില്ലേ? ഇരിക്ക്. ഇനി അതിന്റെ പേരിൽ പോയിന്റ് ഓഫ് ഓർഡർ വീണ്ടും വേണ്ട. അത് പരിശോധിച്ചോളാം. സർ, ബീരാൻകുട്ടി എന്റെ കൂടെ KSUവിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. എന്താണ് സർ, ബീരാൻകുട്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഉന്നത സമിതിയിലുണ്ടായിരുന്ന ആളാണ്. സർ, വക്കീൽ പ്രൊഫഷനിൽ നന്നായി പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരാളാണ്.
ആ ആളിന്റെ പേര് പറഞ്ഞതിന് ശേഷമാണ് ഈ വിശേഷണം വരുന്നത്. ആളിന്റെ പേര് വായിച്ചതിന് ശേഷമാണ് പറയുന്നത്. തേരാപ്പാര എന്ന് പറഞ്ഞാൽ തെക്ക് വടക്ക് നടക്കുക എന്ന് മാത്രമല്ല, അലഞ്ഞു നടക്കുക എന്ന് തന്നെയാണ്. സാർ, അലഞ്ഞു നടക്കുന്നതാണോ വക്കീല്? അലഞ്ഞു നടക്കുന്നതാണോ പൊതുപ്രവർത്തകൻ? സാർ, ഇരിക്കുന്ന സ്ഥലത്ത് തുപ്പി അർത്ഥമുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അങ്ങയുടെ റൂളിങ്ങിനേക്കാൾ ഭംഗി ശ്രീ ജലീൽ അങ്ങ് ഇത് പിൻവലിക്ക. അങ്ങയുടെ മാന്യത വർദ്ധിക്കത്തേ ഉള്ളൂ. അങ്ങിത് പിൻവലിക്ക. അത് മന്ത്രി പിൻവലിക്കലോ എന്റെ അഭിപ്രായം. സാർ, പ്ലീസ് വെറുതെ സമയങ്ങളല്ലേ പ്ലീസ്. അല്ല, ആ വിഷയത്തിൽ ഇനി വിശദീകരണം വേണ്ട സാർ. അല്ല, ഞാൻ പരിശോധിക്കാന്നല്ലേ പറഞ്ഞത്. എന്താണ് തെറ്റായ അർത്ഥമല്ലേ പരിശോധിക്കാം. എന്താ ശ്രീ ഇ കെ വിജയൻ പറയണോ? നിങ്ങൾ ഇരിക്കുവോ? ഇ കെ വിജയൻ വായി കൊടുക്കും. തേരാപ്പാര എന്നതിന്റെ അർത്ഥം അനന്തവിഹായസിലേക്ക് എന്നാണ്. അതിന് തെക്ക് വടക്ക് എന്നൊരു അർത്ഥമൊന്നുമില്ല സർ. അത് ആ രീതിയിലാണ് നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായ വാക്കാണ് പ്രൊഫസർ അവതരിപ്പിച്ചത്. ഏതായാലും ഭാഷയിലെ ഒരു പണ്ഡിത സഭയല്ലത്. അത് പരിശോധിച്ചിട്ട് ചെയർ ഒരു നിലപാട് സ്വീകരിച്ചോളാം. തൽക്കാലം ഇരിക്കൂ സാർ. എന്താണ് സാർ? ഇല്ല, ഒരിക്കൽ റൂൾ ചെയ്താൽ പിന്നെ റൂൾ ചെയ്ത് തന്നെയാണ്. നാളെ മാറൊന്നുമില്ല. അങ്ങ് പറഞ്ഞോളൂ സാർ. ഞാൻ ആരെയും അപമതിക്കാൻ വേണ്ടിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയെ സൂചിപ്പിച്ചു ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ 3 പേരുടെയും പേര് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞത് സാർ, ഈ ഗവൺമെന്റ് മൈനോറിറ്റി കമ്മീഷന്റെ യശസ് ഉയർത്തി അതിന് യോഗ്യന്മാരുമായിട്ടുള്ള ആളുകളെ ആ സ്ഥാനത്ത് വെച്ചു എന്നുള്ളതിൽ യഥാർത്ഥത്തിൽ അപ്പുറത്തിരിക്കുന്നവർ ഈ ഗവൺമെന്റിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഞങ്ങൾ ഏതെങ്കിലും വിഭാഗത്തെ അപമാനിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അപമതിപ്പുളവാക്കാൻ വേണ്ടിയിട്ടോ അല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ അല്ല ഈ ബില്ല് കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ ഹനീഫയെയും അഡ്വക്കേറ്റ് ബിന്ദു തോമസിനെയും ഞങ്ങൾ വെക്കേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വെച്ചത് ആരെയാണ്? അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ആരെയും ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല. തേരാപ്പാര എന്നുള്ള വാക്കിനോടാണ് നിങ്ങൾക്ക് അലർജി എങ്കിൽ, തേരാപ്പാര ഇത്ര വലിയ പുലിമുരുകൻ അതാണ് നിങ്ങൾക്ക് അലർജി എങ്കിൽ ഞാനത് പിൻവലിക്കുന്നു. അങ്ങ് പൂർത്തീകരിക്കും. സാർ, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ബില്ലിനോട് ഇവിടെ BS എത്രയോ പ്രാവശ്യം തേരാപ്പാര എന്നുള്ള പ്രയോഗം നടത്തിയിട്ടുണ്ട്. അപ്പുറത്തുള്ള ആൾക്കാരും തേരാപ്പാരാന്ന് നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ വീരാൻകുട്ടിയെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ, ഞാനും വീരാൻകുട്ടിയൊക്കെ ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ആദ്യം ഫെർണാണ്ടസിന്റെ കൂടിയായിരുന്നു, പിന്നീട് കോൺഗ്രസിൽ വന്നു. ആ രൂപത്തിലും തേരാപ്പാര തന്നെയാണത്. അത് പിൻവലിക്കേണ്ട യാതൊരു ആവശ്യമില്ലത്. കേന്ദ്ര നിയമത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ഈ ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു. ദയവായി ചെറിയ കാര്യങ്ങൾ ശ്രീ തിരുവഞ്ചൂരിനെ പോലെയുള്ള ആൾ ഇത്ര ബേളുണ്ടാക്കണം. പ്ലീസ് ഇരിക്കൂ. ഇതുവരെ തേരാപ്പാര എന്നുള്ള പ്രയോഗം ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ ഇവിടെ നടത്തിയിട്ടുണ്ടോ? പ്ലീസ് ഇരിക്കൂ. ചെയർ ഒരു കാര്യം കൃത്യമായി പറഞ്ഞല്ലോ. ചെയറിന്റെ ഒരു ഗ്രാഹ്യം പറഞ്ഞു. അത് തെറ്റാണെങ്കിൽ പരിശോധിച്ച്, തെറ്റായ അർത്ഥമുണ്ടെങ്കിൽ പരിശോധിച്ച് പറയാനാണ്. പിന്നെ നിങ്ങൾ വീണ്ടും ബേളുണ്ടാക്കേണ്ട കാര്യമില്ല. ഇരിക്കൂ. അല്ല, അത് പിൻവലിച്ചത് അദ്ദേഹത്തിന്റെ ഇഷ്ടം. അദ്ദേഹം പിൻവലിച്ചതുകൊണ്ട് അത് ഭാഷയിലെ മോശപ്പെട്ട പദാവുന്നില്ല. ശ്രീ KT ജലീൽ പിൻവലിച്ചതുകൊണ്ട് അത് ഭാഷയിലെ മോശപ്പെട്ട പദമാവുന്നില്ല കേട്ടോ. യെസ് ഇരിക്കെ പ്ലീസ്
നിങ്ങൾ ഒരു റൂളിംഗ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വാതകം പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല. പരിശോധിച്ച് പറയാന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസംഗത്തിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, നമുക്ക് ഉപയോഗിക്കാം. ആ കോംപ്രമൈസിന്റെ രൂപത്തിൽ നമുക്കത് അംഗീകരിക്കാം. നിങ്ങൾ ഉപയോഗിച്ചോളൂ, നിങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് ഉപയോഗിക്കാം. ശ്രീ ടി വി ഇബ്രാഹിം, 2017 ഒന്നാം നമ്പർ ഓർഡിനൻസായ 2017 കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഭേദഗതി ഓർഡിനൻസ് നിരാകരിക്കണമെന്ന പ്രമേയം പ്രസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സഭയുടെ അനുമതിയോടെ പ്രമേയം പിൻവലിച്ചിരിക്കുന്നു. ശ്രീ അനൂപ് ജേക്കബ്, അങ്ങയുടെ 1A നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ശ്രീ കെ വി അബ്ദുൽ ഖാദർ, അങ്ങയുടെ 2B നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ഇനി 2017 കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഭേദഗതി ബിൽ തദ്ദേശ സ്വയംഭരണവും ഗ്രാമവികസനവും ഭവന നിർമ്മാണവും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 9 പരിഗണനയ്ക്ക് അയക്കണമെന്ന പ്രമേയത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ പ്രമേയം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ സബ്ജക്ട് കമ്മിറ്റി 9 പരിഗണനയ്ക്ക് അയക്കുന്നു.